ഇപ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂർ, പാട്രിയറ്റിന്റെ ലാഭവിഹിതത്തെ ചൊല്ലി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? ഫിയോക്കിന്റെ ഒരു കടുംപിടുത്തം ഇതിലുണ്ടോ? എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? 60% വരുമാന വിഹിതം വേണം എന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? അല്ല, അത് ഇന്ന് ഞാൻ ചാനലുകളിൽ കേട്ടൊരു ന്യൂസാണ്. അപ്പോൾ അതിന്റെ ഒരു ആധികാരികതയോട് കൂടിയിട്ട് ഞാൻ കേട്ട കാര്യത്തിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്ന്. ഇപ്പോൾ ചിത്രവുമായി കരാർ വെക്കരുത്, അല്ലെങ്കിൽ നിർമ്മാതാക്കളുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ, ഫിയോക്കിന്റെ ഗ്രൂപ്പിൽ തന്നെ നിർദ്ദേശം നൽകിയതായി പറയുന്നു. താങ്കൾ അറിഞ്ഞിരുന്നു അത്? അതെ, ഇത് ഒരു സിനിമ തിയേറ്റർ ഈ സിനിമ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവര് നിലവിൽ കളിച്ചു പോകുന്നതിൽ നിന്നും മാറ്റമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. കാരണം അത് കാലാകാലങ്ങളായിട്ട് തിയേറ്ററുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മാറി ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അസോസിയേഷൻ അതിൽ പറയും. ഇപ്പൊ ആന്റോ ജോസഫിനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്ത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അത് കുറച്ച് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ, ഇനി അങ്ങോട്ടേക്കുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള സിനിമകൾക്ക് അത് ചോദിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇങ്ങനെയുള്ള വലിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകണം. ആ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തിയേറ്ററുകാർക്കും ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിന്റെ ഒരു പെട്ടെന്ന് തോന്നുന്ന അഭിപ്രായം പറയാൻ പറ്റുന്നത്. അതെ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ ഇളവുകൾ വേണം എന്നതാണ് താങ്കളുടെ ഒരു അഭിപ്രായം, അല്ലേ? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പൊ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ചെലവ് ചെയ്യുന്ന സിനിമകൾ അങ്ങനെയൊക്കെ വരുന്ന വളരെ അപൂർവമായിട്ടായിരിക്കുമല്ലോ നമ്മുടെ മലയാളത്തിൽ നിന്ന് സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് എല്ലാ അസോസിയേഷനും ചേർന്നിരുന്ന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്ത് അതുപോലുള്ള സിനിമകൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ്, മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായം എനിക്ക്, എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം അതാണ്. കാരണം ഞാൻ അതുപോലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള സിനിമകളിലൂടെ സഹകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് സാധിക്കുന്ന സപ്പോർട്ടുകൾ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. എല്ലാ കാലത്തും അത് കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള സപ്പോർട്ടുകൾ തുടർന്നും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായി ഇതുപോലുള്ള ചിത്രങ്ങൾ ഇനിയും മലയാളത്തിന് ഉണ്ടാകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം കൂടി, ഈ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ, ഒരുപക്ഷെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് മുൻപ് തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇതിനൊരു സ്ഥിരമായ ഒരു നിയതമായ രൂപത്തിലേക്ക് എത്തിക്കൂടെ, അല്ലെങ്കിൽ നിബന്ധനകളിലേക്ക് എത്തിക്കൂടെ? അത്തരം ചർച്ചകളൊക്കെ അനിവാര്യമല്ലേ അപ്പോൾ? തീർച്ചയായിട്ടും അതൊരു ചർച്ചയിൽ തീരുന്ന കാര്യമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ ഇരിക്കുന്ന അസോസിയേഷനിലായാലും അങ്ങനെയുള്ള ആരും അതിന് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് ഒരു സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനി ആയാലും അത് 4 പേരിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഓരോ അസോസിയേഷനിലെ ഭാരവാഹികളും ഇരുന്നാൽ. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമുള്ളവരാണ്. അതുകൊണ്ട് ഇതൊരു പ്രോബ്ലം ആകാൻ ഒരു സാധ്യതയുമില്ല. ഈ സിനിമയ്ക്കും റിലീസിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും സൗഹൃദത്തിൽ തന്നെ ഈ സിനിമ കളിക്കും, റിലീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വളരെയധികം നന്ദി. ശ്രീ ആന്റണി പെരുമ്പാവൂരാണ് സംസാരിച്ചത്.